ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി 11,000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി 14,000 രൂപയുമാണ് വില. ഓരോന്നിൻ്റെയും വില എന്ത്? ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. ആദ്യത്തെ ആൾ പോയി എന്താ ചെയ്തത്? ഇവിടെ ആദ്യത്തെ ആളെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ അസ്യൂം ചെയ്യാം. ആദ്യം വാങ്ങിച്ചത് ഒരാൾ, രണ്ടാമത് വാങ്ങിച്ചത് വേറൊരാൾ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കാം. ആദ്യത്തെ ആൾ ഒരു മേശയും ഒരു കസേരയും മാത്രം വാങ്ങി. എത്ര രൂപയായി? 11,000 രൂപ. രണ്ടാമത്തെ ആൾ ഒരു മേശയും പിന്നെ 4 കസേരയാണ് വാങ്ങിയത്. ഓക്കെ, ഇത്രയും വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 14,000 രൂപ ആയി. 14,000 രൂപയായി. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കുക. ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള സാമ്യത എന്താണ്? രണ്ടുപേരും ഒരു മേശയും ഒരു കസേരയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മേശയും ഒരു കസേരയും വാങ്ങിയപ്പോൾ 11,000 രൂപ തന്നെ ആവുള്ളൂ രണ്ടുപേർക്കും, ഇല്ലേ? അപ്പോൾ ബാക്കി 14,000 രൂപ ആയിരിക്കുന്നത് എന്തിനാണ്? 3 കസേര വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം 14,000 രൂപ കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര രൂപ കൂടുതൽ കൊടുത്തിരിക്കുന്നു? 14,000 രൂപയിൽ നിന്നും 11,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടും എത്ര രൂപ? 3,000 രൂപ കൂടുതൽ കൊടുത്തിരിക്കുന്നത് 3 കസേരയ്ക്ക് വേണ്ടിയാണ്. 3 കസേരയ്ക്ക് 3,000 രൂപയാണെങ്കിൽ ഒരു കസേരയുടെ വില എത്രയാണ്? 1,000 രൂപ. അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ ആൻസർ കിട്ടി. ഒരു കസേരയുടെ വില 1,000 രൂപയാണെങ്കിൽ മേശയുടെ വില എന്തായിരിക്കും? 11,000 രൂപയാണ്. 10ഉം പിന്നെ 1,000 കൂടെയാണ്. 11,000 രൂപയാണ് ആരുടെ വില? മേശയ്ക്കും കസേരയ്ക്കും. മേശയുടെ 1,000 പോയി. അപ്പോൾ എത്ര രൂപയായി? 10,000 രൂപ. അതാർക്കുള്ളത്? അതാണ് നമ്മുടെ മേശയുടെ വില. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് ആൻസർ കിട്ടുന്നതെന്ന്. ഇനി നമുക്കിതിനെ കണക്കാക്കാം. കണക്കിലൂടെ കൊണ്ടുവരാൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. മേശയുടെ വില, ഇവിടെ നമ്മൾ മേശയുടെ വില ടേബിൾ, മേശയുടെ വില X ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി കസേരയുടെ വില ചെയർ Y ആയിട്ട് എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ വാങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കുക. ഒരു മേശയും അതായത് ഒരു Xഉം ഒരു Yയും, ഒരു മേശയും ഒരു കസേരയും കൂടെ വാങ്ങി 11,000 രൂപ ആയി. രണ്ടാമത്തെ ആൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മേശയുടെ വില X അല്ലേ, മേശയും എത്ര കസേര? 4 കസേരയും വാങ്ങി. അപ്പോൾ 4Y എത്ര? 14,000 രൂപ. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? രണ്ടാമത്തെ ആളിന് 3 കസേര കൂടുതൽ വാങ്ങി. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? X പ്ലസ് മേശ വാങ്ങി, ഒരു കസേരയും വാങ്ങി Y. ഇനി എത്ര? 3Y കൂടുതൽ വാങ്ങിയപ്പോൾ 14,000 രൂപ. ഇനി Xഉം Yയും മാത്രമായിരുന്നെങ്കിൽ എത്ര രൂപയായിരുന്നു? നമുക്ക് 11,000 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കണക്കിനെ X പ്ലസ് Yക്ക് പകരം 11,000 രൂപ നമ്മൾ എഴുതാൻ പോവുകയാണ്. 11,000 രൂപ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ മാറും ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറും? ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ 11,000 വരണം. അതായത് അടുത്ത വരിയിൽ X പ്ലസ് Yക്ക് പകരം 11,000, 11,000 പ്ലസ് 3Y സമം 14,000 അല്ലേ? ഓക്കെ, അപ്പോൾ 3Y എത്രയാണ്? 3Y എന്ന് പറഞ്ഞാൽ 14,000 നിന്നും ആര് കുറയ്ക്കണം? 11,000 പോകും. കാര്യം എന്താ?
മേശയും കസേരയും ഒറ്റയ്ക്ക് വാങ്ങുന്നത് രണ്ടുപേരും തുല്യമാണ്. അപ്പോൾ ആ വില നമുക്കവിടെ നിന്ന് മാറ്റാം. അപ്പോൾ എത്രയാകും? 3 പൈ സമം 3000. മറ്റു രീതിക്ക് ഇതിനെ ചിന്തിക്കാം. 11,000 14,000. ഇവിടെ കൂട്ടിയിരിക്കുന്ന 11,000 വലതുവശത്തേക്ക് പോകുമ്പോൾ കുറയ്ക്കണം. അപ്പോൾ 14,000 ഇവിടെ കുറച്ചു. അങ്ങനെയും ചിന്തിക്കാം. എന്തായാലും ഇവിടെ നമുക്ക് 3 പൈ 3000 രൂപയെന്ന് കിട്ടി. അപ്പോൾ വൈ എത്രയാണ്? വൈ സമം 3000 ഭാഗം എത്ര? 3. സോ 1000. അപ്പോൾ ഏതിൻ്റെ വില കിട്ടി? കസേരയുടെ വില കിട്ടി. കസേരയുടെ വില 1000 ആണെങ്കിൽ മേശയ്ക്കും കസേരയ്ക്കും കൂടി എത്രയാണ്? എക്സ് പ്ലസ് വൈ എത്രയാണ്? 11,000. ആദ്യത്തെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഈ വൈയുടെ വില ഇട്ട് കൊടുക്കണം. അതായത് എക്സ് പ്ലസ് വൈയുടെ വില 1000. എക്സിനോട് കൂടി 1000 കൂട്ടിയപ്പോൾ 11,000. ഈ 1000 നമ്മൾ കൂട്ടിയില്ലായിരുന്നെങ്കിലോ എക്സ് സമം 11,000 നിന്ന് എന്ത് കുറവായിരിക്കും? 1000 കുറവായിരുന്നേ. ഓക്കെ, 11,000 നിന്ന് 1000 കുറഞ്ഞാൽ എത്രയാണ്? 10,000. അപ്പോൾ എന്തിൻ്റെ വില? മേശയുടെ വില 10,000 ഒന്നും കിട്ടി. നമ്മളത് എടുത്തെഴുതുക. ലാസ്റ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു ടേബിൾ ആദ്യം എഴുതാം അല്ലേ? റേറ്റ് ഓഫ് ടേബിൾ ഇസ് ഈക്വൽ ടു എത്ര? 10,000. ഇനി മേശയുടെ വില റേറ്റ് ഓഫ് ചെയർ ഇസ് ഈക്വൽ ടു 1000. രൂപയുടെ സുന്ദരക്കം ഇടാം അല്ലേ?